ട്രെയിനിനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ജർമ്മനിൽ വെച്ചാണ് കാണുന്നത്. അത് വലിയ കഥയാണ്. ഞങ്ങൾ യുക്രൈനിൽ നിന്ന് ഒരു വൺ ദുരന്തം കഴിഞ്ഞിട്ട്, അതായത് വാറ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോർച്ചുഗലിലേക്ക് യാത്ര ചെയ്യുന്ന ഇടയിലാണ് ഇവിടെ കാണുന്നത്. അതും ബെർലിനിൽ വെച്ച്. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഓൾറെഡി ഞാൻ ആഗ്രഹിച്ചത് പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഫോട്ടോഷൂട്ടിൽ അത് തന്നെ അവിടെ വെച്ച് കാണാൻ പറ്റിയത്. അതിന് മാത്രമേ പ്രശ്നമുള്ളൂ. പ്രപ്പോസ് ചെയ്തത് ഞാൻ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ തന്നെ ആയിരിക്കല്ലോ. ഇല്ലില്ല, അവള് പറഞ്ഞു ഫസ്റ്റ് വീട്ടുകാരുടെ സംസാരിക്കണം, എന്നിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ സംസാരിച്ചു. വീട്ടിൽ തന്നെ വീട്ടിൽ ഫോൺ വന്നു. അമ്മ വിളിച്ചു ഫസ്റ്റ്, ഇത് എന്നെ വിളിച്ച് ചോദിച്ചു. അത് ഞാൻ അമ്മ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു, അമ്മേനെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് ചേച്ചീനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിൽ പറയാൻ പറ്റില്ല, കുറേ നമുക്ക് പറയാനുണ്ട്. ചേച്ചി അത്രയ്ക്കും വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് എന്നോട് മാത്രമാണ്. നമ്മൾ വീട്ടിലെപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഞാൻ ഓരോ കുസൃതി ഒപ്പിക്കും. അതിലെല്ലാത്തിലും ചേച്ചിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാറ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചിയാണ്. അളിയനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞങ്ങൾ അത്ര പെട്ടെന്ന് അങ്ങനെ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ കോളിലാണ് ഫസ്റ്റ് കാണുന്നത്. ചേച്ചി പറഞ്ഞപ്പോൾ ആ ഒറ്റ സംസാരത്തിൽ തന്നെ അളിയൻ പറഞ്ഞു, നമുക്ക് കല്യാണം തകർക്കാം, നേരിട്ട് കാണാം. അപ്പോൾ വന്നപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് അളിയൻ ചെയ്തു തന്നു. ഇന്നത്തെ ദിവസം വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ചേച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. 5-ാം തീയതി കഴിഞ്ഞാൽ അളിയനെ മിസ് ചെയ്യും. നല്ലൊരു അളിയനെ കിട്ടിയതിന് സന്തോഷമാണ്. ഒരു വീട്ടിലൊരു അനക്കല്ലാത്ത പോലെ ആയിരിക്കും. ഈ ഒരു മാസം വന്നപ്പോൾ തന്നെ വീട്ടിൽ ഭയങ്കര അധികം സന്തോഷമൊക്കെ ആയിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കും കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ പോകുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ് എന്തായാലും ഉണ്ടാവും. എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചേട്ടനല്ല, അതിലുപരി എനിക്കൊരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നെ കൂടെ 5 വയസ്സിന് 4 വയസ്സിന് മൂപ്പുണ്ട്. എന്നാലും ഞാൻ ചേട്ടൻ വിളിക്കാറില്ല. ഇപ്പോൾ അവൻ എന്നൊക്കെ വിളിക്കാറ്. കാരണം ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു
ചേട്ടാന്ന് വിളിക്കാൻ തോന്നുന്നില്ല ആടാ. ഓക്കെ, അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബോണ്ടാണ്. പപ്പിലായ്മൻ്റെ കുറവ് നല്ല നല്ല രീതിയിൽ ചെറുതിലേ മുതൽ നികത്തുന്നുണ്ട്. അവനാണ് നാഥൻ കുടുംബത്തിൻ്റെ. ഇപ്പം എൻ്റെ കാര്യങ്ങളായാലും സ്വന്തം മോളെ പോലെയാണ്. എബിനെ പറ്റി പറയുകയാണെങ്കിൽ, എബിൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു അകലം തോന്നുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിക്കു ഒരുപാട് കഴിവുകളുള്ള, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, വളരെ സൗമ്യനായിട്ടൊരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹമുള്ള, പ്രത്യേകിച്ച് പണ്ടൊക്കെയും ഡാൻസ്, പാട്ടുകൾ, ഈ ആനത്തടത്തിൻ്റെ താരമായിരുന്നു ചിക്കു. അഞ്ച് ദിവസം പോവാണെങ്കിൽ ഇപ്പത്തെ ആ ഡ്രീമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്ത് പണി സംഭവിക്കാൻ നാളെ മുതൽ അല്ലേ? ഓക്കെ, ബൈ.